ഇന്ന് ചേമ്പിൻ താൾ തോരനാണ് ഉണ്ടാക്കുന്നത്. ചേമ്പിൻ്റെ തണ്ടാണിത്. 2 വലിയ തണ്ട് പീസസായി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതൊന്ന് കഴുകിയിട്ടുണ്ട്. ഇത് നന്നാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതിച്ചിരി വലിയൊരു തണ്ടാ. അത് ഞാൻ 2ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ സ്കിൻ പീൽ ചെയ്തെടുക്കണം. യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ നമുക്കത് പീൽ ചെയ്തെടുക്കാൻ കഴിയും. ഒരു ചേമ്പിൻ തണ്ട് കട്ട് ചെയ്തപ്പോൾ അതിൽ ടെൻഡറായിട്ടൊരു ഇലയുണ്ടായിരുന്നു. അതും കൂടി ഞാൻ എടുത്തു. ഇത് ചുരുണ്ടിരിക്കുന്നത് വിടർത്തിയെടുക്കണം. എന്തെങ്കിലും കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കളയണ്ടേ. ഇതെല്ലാം പീൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും ഒരു പ്രാവശ്യം ഒന്ന് കഴുകണം. ചേമ്പ്, ചേന ഇതൊക്കെ കുറച്ച് ചൊറിച്ചിലുണ്ടാക്കുന്ന കാര്യങ്ങളാണ് എന്ന് കരുതി നമുക്ക് വിട്ടുകളയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ ചൊറിച്ചിൽ മാറാനൊരു സൂത്രപ്പണിയുണ്ട്. അതെന്താന്ന് അങ്ങോട്ട് പോകുമ്പോൾ പറഞ്ഞു തരാം. താളു കൂടാതെ ഇതേമാതിരി ടെൻഡറായിട്ടുള്ള ഇല കൂടി ചേർക്കുവാണെങ്കിൽ തോരന് നല്ല ടേസ്റ്റ് ആയിരിക്കും. പീൽ ചെയ്തതിന് ശേഷം ഇതെല്ലാം ഒന്ന് കഴുകിയെടുത്തു. അതിനുശേഷമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതെല്ലാം ചോപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു വലിയ പ്ലേറ്റിലേക്ക് മാറ്റാം. മിക്സിങ്ങിൻ്റെ സൗകര്യത്തിനാണ് അങ്ങനെ ചെയ്യുന്നത്. ചിരകിയ തേങ്ങയും മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറുമാണ് അതിലേക്ക് ഇടുന്നത്. ആവശ്യമായ ഉപ്പ് കൂടി ചേർക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. കാശ്മീരി ചില്ലി പൗഡർ ഒരല്പം കളറിന് വേണ്ടി ചേർക്കുന്നതാണ്. പച്ചമുളകാണ് ഇതിന് എരിവ് കൊടുക്കുന്നത്. പച്ചമുളക് കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഒരു കടായി ചൂടാക്കാം. കടായി ചൂടായി കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞ് അതിലേക്ക് കടുകിടാം. കടുക് പൊട്ടിക്കഴിഞ്ഞ് നല്ല ജീരകം ഇടണം. അതിനുശേഷം കറിവേപ്പിലയും ഉണക്കമുളകും ചേർക്കാം. സവാള ചോപ്പ് ചെയ്തതാണ് ഇനി ഇടുന്നത്. സവാള ചേർക്കുമ്പോഴാണ് തോരന് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. ചെറിയ ഉള്ളി വേണ്ട. സവാള വഴറ്റി ചെറുതായി കളർ ചേഞ്ച് വന്നു തുടങ്ങുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. അതിനുശേഷം താളും തേങ്ങയുമായിട്ടുള്ള മിക്സ് അതിലേക്ക് ഇടണം. ചേമ്പിൻ്റെ ചൊറിച്ചിൽ മാറ്റാൻ ഒരു സൂത്രപ്പണി ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അതെന്താന്ന് വെച്ചാൽ കുറച്ച് പുളിവെള്ളം ഒഴിക്കണം. വാളൻ പുളി ഒഴിക്കരുത്. വാളൻ പുളി ഏത് കറിക്ക് ഒഴിക്കുവാണെങ്കിലും ഒരു ഡാർക്ക് ഷെയ്ഡ് വരും. തോരനൊക്കെ കറുത്തിരുന്നാൽ കൊള്ളത്തില്ല. അപ്പോൾ അതിന് മറ്റൊരു പുളി ചേർക്കാം. അതെന്താന്നല്ലേ? കുടംപുളി. കുടംപുളി ആവുമ്പോൾ കളർ ചേഞ്ചിൻ്റെ പ്രശ്നം വരുന്നില്ല. ഒരു ചെറിയ കുടംപുളി 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ്. ഇനി പുളിയും വെള്ളവും കൂടി അതിലേക്ക് ഒഴിക്കാം. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്യണം. പുളിവെള്ളമൊക്കെ എല്ലായിടത്തും എത്തണ്ടേ. ഈ താളിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. അതുകൊണ്ട് പുളിവെള്ളം ഒരുപാട് ഒഴിക്കരുത്. തോരൻ കുഴഞ്ഞിരുന്നാൽ കൊള്ളില്ല. തോരൻ ഉണ്ടാക്കി കഴിയുമ്പോൾ ഈ പുളി വേണമെങ്കിൽ എടുത്ത് കഴിക്കാം, അല്ലെങ്കിൽ എടുത്ത് കളയാം. 10 മിനിറ്റാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം. ചെറിയ ഫ്ലെയിമിൽ കിടന്നാണ് ഇത് വേകേണ്ടത്. പുളിവെള്ളം ഒരുപാട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പിന്നെ അത് വറ്റിച്ചെടുക്കേണ്ടി വരും. അങ്ങനെ വറ്റിച്ച് വരുമ്പോൾ താള് ഓവർ കുക്കായി അതിൻ്റെ ഗുണമെല്ലാം പോവും. അതുകൊണ്ട് പുളിവെള്ളം ഒഴിക്കുമ്പോൾ ആവശ്യത്തിനെ ഒഴിക്കാൻ പാടുള്ളൂ. പുളി ചേർക്കാതെയും ഇത് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഈ ചൊറിച്ചിലുള്ളതുകൊണ്ട് നമ്മൾ പുളി ചേർക്കുന്നതായിരിക്കും നല്ലത്. പുളി ചേർക്കാതെ ഉണ്ടാക്കി പിന്നീട് ഇത് കഴിക്കുമ്പോൾ ചൊറിഞ്ഞു തുടങ്ങിയാൽ അത്രയും ചെയ്തത് വേസ്റ്റ് ആകത്തില്ലേ. അതെല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ട് അടച്ചു വെക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് ഇളക്കി കൊടുക്കണം.
ലോ ഫ്ലെയിമിലാണെങ്കിലും ചിലപ്പോൾ അടിയിൽ പിടിക്കും. ഇത് ലാസ്റ്റ് ഞാൻ ഒന്നുകൂടി ഓപ്പൺ ചെയ്യുന്നതാണ്. സാവകാശം ഓപ്പൺ ചെയ്യാം. എല്ലാം നല്ല പാകത്തിന് കുക്കായിട്ടുണ്ട്. ഇനി അതൊന്ന് ഇളക്കി കൊടുക്കണം. ഉപ്പ് ഇച്ചിരി കുറവാണെന്ന് തോന്നിയത് കൊണ്ട് കുറച്ചുകൂടി ചേർത്തു. ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ എത്തിയില്ലേ, അപ്പോൾ ഫ്ലെയിം ഒന്ന് കൂട്ടിക്കൊടുക്കണം. ഇനി ഒരു ക്വിക്ക് സ്റ്റർ ഫ്രൈ ചെയ്യണം. ഇങ്ങനെ ചെയ്യുമ്പോൾ തോരനിൽ ഈർപ്പമുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി കിട്ടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരികയും വേണം. പുളി എടുത്ത് കളയൊന്നും വേണ്ട, അത് കഴിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല, നല്ല ടേസ്റ്റാണത്. ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് കളയണം. കളഞ്ഞതിന് ശേഷം മാത്രമേ സെർവ് ചെയ്യാൻ പാടുള്ളൂ. ചേമ്പിന് അലർജി ഉള്ളവരും ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയുള്ളവർ കഴിക്കാതിരിക്കുന്നതാകും നല്ലത്. ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തു. ചേമ്പിൻ താൾ തോരൻ റെഡി. സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.